സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊന്നു മുങ്ങി മോഹനൻ പിള്ള എന്ന 25-കാരൻ. നീണ്ട 39 വർഷത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ ആ കൊലക്കേസ് പ്രതി ഇപ്പോൾ അഴിക്കകത്തായി. മറ്റൊരു പേരിൽ സ്വന്തം വ്യക്തിത്വം പോലും മറച്ചുവെച്ച് ജീവിച്ച പ്രതി എങ്ങനെയാണ് പോലീസിന്റെ വലയിലായത്? കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ പറയും ആ കഥ. ജനുവരി 11 വൈകുന്നേരം വീട്ടിൽ ബഹളമുണ്ടാക്കിയ സഹോദരി ഭർത്താവ് ചന്ദ്രശേഖരൻ പിള്ളയെ വെട്ടുകത്തി ഉപയോഗിച്ച മോഹനപിള്ള കഴുത്തിൽ വെട്ടി. ചന്ദ്രശേഖരപിള്ള കൊല്ലപ്പെട്ടു. അന്ന് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മോഹനൻപിള്ള ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട മോഹനൻപിള്ള നേരെ പോയത് വേളാങ്കണ്ണിയിലേക്ക്. അവിടെ വെച്ച് കോട്ടയം കല്ലറ സ്വദേശികളെ പരിചയപ്പെട്ടു. അവർക്കൊപ്പം കോട്ടയത്തേക്കെത്തി. രാജൻ എന്ന പേരിൽ കോട്ടയത്ത് തോട്ടം തൊഴിലാളിയായി ജോലി ചെയ്തു. കല്ലറ സ്വദേശിനിയെ വിവാഹം കഴിച്ചു. 37ഉം 35ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. പോലീസ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ കൊലപാതക കേസ് കോടതിയിൽ പെൻഡിംഗ് ആയതുകൊണ്ട് പല രീതിയിലുള്ള ടീമുകൾ രൂപീകരിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗുണ സാറ് ചാർജ് എടുത്ത ശേഷം പ്രത്യേക നിർദ്ദേശം തരികയും പ്രതിയിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ, നാട്ടിലെ ചില ആൾക്കാർക്ക് കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ വലിയ അന്വേഷണം നടന്ന കേസായിരുന്നു. പ്രതിയെ കണ്ടെത്താനാകാതെ വന്നതോടെ അന്വേഷണം വഴിമുട്ടി. കേസ് എഴുതി തള്ളി. അതിനിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മോഹനപിള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അവിടെ വെച്ച് വെളിയം സ്വദേശിയെ കണ്ടു. വെളിയത്തെക്കുറിച്ചും 39 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൊലപാതകത്തെക്കുറിച്ചുമൊക്കെ മോഹനൻപിള്ള വാചാലനായി. നാട്ടുകാർക്ക് പോലും കേട്ടുകേഴ്വിയില്ലാത്ത കൊലപാതകത്തിന്റെ നാൾവഴികൾ പോലും കോട്ടയത്തുകാരനായ മോഹനപിള്ള പറഞ്ഞതോടെ വെളിയം സ്വദേശിക്ക് സംശയമായി. അദ്ദേഹം സുഹൃത്തായ പോലീസുകാരനോട് കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് കോട്ടയം ജില്ലയിലെ കല്ലറ പോലീസിന് വെളിയം പോലീസ് വിവരങ്ങൾ കൈമാറി. കല്ലറ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന ഇയാൾ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. കേസ് തനിക്കൊരു പുത്തരിയല്ലെന്നും പറഞ്ഞു. അവസാനം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. താൻ മോഹനൻപിള്ളയല്ലെന്ന നിലപാടിലായിരുന്നു പ്രതി. എന്നാൽ നിരന്തര ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ 39 വർഷത്തിനു ശേഷം കൊലപാതകത്തിലെ പ്രതിയെ പോലീസ് പിടികൂടി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.